ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പാക്കറ്റിൽ കിട്ടുന്ന ക്രീം കരാമൽ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. കരാമലും ഫ്രൂട്ട്സും എല്ലാം ചേർത്തിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ആ കരാമലിൻ്റെ ടേസ്റ്റിൽ തന്നെ ഫ്രൂട്ട്സും കഴിക്കും. ഇത് നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കണം വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പഴം, 2 ആപ്പിള്, 1 പിയർ, 1 മാംഗോ, കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അളവ് ഇത്ര വേണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. പൈനാപ്പിൾ, ഓറഞ്ച് അത് രണ്ടും ചേർക്കണ്ട. കാരണം പൈനാപ്പിളിൽ പുളിയുള്ളതല്ലേ, ഓറഞ്ച് ചിലത് കയ്പ്പ് തോന്നും. അപ്പം ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കയ്പ്പ് ടേസ്റ്റ് വന്നാലോ, അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഒഴിവാക്കുക. ബാക്കി ഏത് ഫ്രൂട്ടാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഫ്രൂട്ട് കൂട്ടിയും കുറച്ചും എടുക്കുക. ഇനി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുക. ആപ്പിള് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കളറൊന്നും ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലെമണ് ഇതിന് മുകളിൽ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ആപ്പിളും ബനാനൊന്നും കളറ് ചേഞ്ച് ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ക്രീം കരാമൽ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഇങ്ങനത്തെ പാക്കറ്റിലുള്ള കരാമലാണ് എടുക്കേണ്ടത്. 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു വലിയ ബൗളിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുക. പാലിലേക്ക് കരാമലിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ശരിക്കും 200 ഗ്രാം വേണം. എൻ്റെ കയ്യിലുള്ള പാക്കറ്റ് 50 ഗ്രാമിൻ്റെയാണ്. അതുകൊണ്ട് ഞാൻ 4 പാക്കറ്റ് എടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാതെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ മധുരം നോക്കുക. ഇതിൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഈ ഒരു മധുരം തന്നെ മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതാ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നിർത്തി കൊടുക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ഇതുപോലുള്ളൊരു ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ റൗണ്ടുള്ള ട്രേയിൽ ഒരു ഗ്ലാസ് ഇങ്ങനെ കമഴ്ത്തി വെച്ചാൽ മതി. എന്നിട്ട് അതിന് ചുറ്റുഭാഗവും നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ഫുള്ള് ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി 3-4 ബിസ്ക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കുക. അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നില്ല. ബിസ്ക്കറ്റും ഫ്രഷ് ഫ്രൂട്ടും മാത്രമേ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് കരാമൽ ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. നന്നായി തണുക്കാൻ നിൽക്കരുത് കേട്ടോ. ഫ്രൂട്ട്സ് കവറായി കിടക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതായപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ക്രീം റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തന്നെ നന്നായി ഉറച്ചിട്ടുണ്ട്. എന്നാലൊരു 3-4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.
ഞാനിത് നന്നായി തണുത്തതിന് ശേഷം കാണിക്കാം. ഇതായപ്പോൾ നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. കണ്ട, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ബൗളുകളിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. കാരാമലിൻ്റെ പാക്കറ്റിലുള്ള സിറപ്പാണിത്. ഇത് മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പാർട്ടി ഉണ്ടാകുമ്പോഴും പിന്നെ ഇപ്പോൾ നോമ്പ് വരികയല്ലേ, നോമ്പിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.